ഐഷ പോറ്റി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഐഷ പോറ്റി ഇന്ന് ഈ ഐഷ പോറ്റിയായി മാറിയത് ഒരു പാർട്ടിയുടെ ഭാഗമായി നിന്നതിന്റെ ഭാഗമായിട്ടാണ്. LDFന്റെ ഭാഗമായിട്ട് നിന്നതിന്റെ ഭാഗമായിട്ടാണ്. CPMന്റെ ഭാഗമായിട്ട് നിന്നതിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ആ ഐഷ പോറ്റി ഇത്രയും ആക്കിയ ഒരു പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഇന്ന് ഈ പാർട്ടിയിൽ നിന്ന് പോയി കോൺഗ്രസിലേക്ക് പോയിട്ടുള്ളത്. ഐഷ പോറ്റി എന്ന് പറയുന്ന പേര് ഈ കൊട്ടാരക്കര മണ്ഡലത്തിൽ എങ്ങനെയാണ് നിറഞ്ഞു നിന്നത് എന്നാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഐഷ പോറ്റി എന്ന് പറയുന്ന ആള് കേവലം കൊട്ടാരക്കര ബാറിലെ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. ഒരു അഡ്വക്കേറ്റ് ഐഷ പോറ്റി ഒരു MLA ഐഷ പോറ്റി ആയത് എങ്ങനായിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ട് മത്സരിപ്പിക്കുകയും അതുപോലെ തന്നെ അതിനുശേഷം MLA ആയിട്ട് മത്സരിപ്പിക്കുകയും ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ LDFന്റെ നേതൃത്വത്തിലുമാണ് മത്സരിപ്പിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഐഷ പോറ്റി MLA ആയതും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയതും ഒരു പാർട്ടിയുടെ ഭാഗമായി നിന്നതിന്റെ ഭാഗമായിട്ടാണ്. ആ പേര് എസ്റ്റാബ്ലിഷ് ആയത് തന്നെ ഈ പാർട്ടിയുടെ പേരുണ്ടായതിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഒരു വിചിത്രമായി തനിക്ക് അധികാരമോഹത്തോടു കൂടി തനിക്ക് സ്റ്റേറ്റ് വണ്ടി ഇല്ലെങ്കിൽ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നൊരു രീതിയിലേക്ക് മാറിയ സാഹചര്യത്തിൽ ഒരു അധികാരമോഹി എന്നേ നമുക്ക് പറയാൻ കഴിയുള്ളൂ ഐഷ പോറ്റിയുടെ ഈ ഒരു നിലപാടിന്. തനിക്ക് ബോർഡ് ചെയർമാൻമാരാകാൻ പറ്റാത്തതിന്റെ ഭാഗമായിട്ട് തനിക്ക് പ്രവർത്തിക്കാനേ കഴിയില്ല എന്നൊരു നിലപാടിലാണ്. ആയിരക്കണക്കിന് ആളുകൾ രക്തസാക്ഷിത്വം കൊണ്ടും അതുപോലെ തന്നെ പടുതുയർത്തിയ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഒരു അധികാരം പോലും മോഹിക്കാതെ തൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അധികാരത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഐഷ പോറ്റിയുടെ നിലപാടിനെ കുറിച്ച് നമുക്ക് പറയാൻ വേണ്ടി കഴിയത്തുള്ളൂ. കാരണം ഐഷ പോറ്റി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഐഷ പോറ്റി ഇന്ന് ഈ ഐഷ പോറ്റിയായി മാറിയത് ഒരു പാർട്ടിയുടെ ഭാഗമായി നിന്നതിന്റെ ഭാഗമായിട്ടാണ്. LDFന്റെ ഭാഗമായിട്ട് നിന്നതിന്റെ ഭാഗമായിട്ടാണ്. CPMന്റെ ഭാഗമായിട്ട് നിന്നതിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ആ ഐഷ പോറ്റി ഇത്രയും ആക്കിയ ഒരു പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഇന്ന് ഈ പാർട്ടിയിൽ നിന്ന് പോയി കോൺഗ്രസിലേക്ക് പോയിട്ടുള്ളത്.